Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. KSEBക്ക് മുൻപിൽ ചൂട്ട് കത്തിച്ച പ്രതിഷേധം. സംസ്ഥാന സർക്കാർ അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി KSEB ഓഫീസിന് മുൻപിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോവർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി, മണ്ഡലം ഭാരവാഹികളായ റീഗൻ മാത്യു റോയ്, ഡോൺ തോമസ്, ലിബിൻ നെടുങ്ങാടൻ, ചഞ്ചൽ ദീപക്, പ്രിൻസ് ജോസഫ്, ദീപക് റാഫേൽ, റോബിൻ റോക്കി, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് KS ഷാജി, അഡ്വക്കേറ്റ് സജി ജോസഫ്, ആൻഡിഷ് കുളങ്ങര, സിജു പുളിക്കൽ, ബിജു മേനാച്ചേരി, KR സുബ്രൻ, ഫ്രാൻസിസ് മുട്ടത്തിൽ, രാജു പാറക്ക, ജയപ്രകാശ്, EP വർഗീസ്, TK തങ്കപ്പൻ, ജോയ് കോട്ടക്കൽ എന്നിവർ സംസാരിച്ചു. വയനാടിന് ദുരിതത്തിന് ശേഷം പിണറായിയുടെ ഫണ്ടിലേക്ക് കടന്നു വന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരൊറ്റ പൈസ പോലും ചെലവാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പിണറായി വിജയൻ പാവങ്ങളെ വീണ്ടും കൊള്ളയടിക്കുന്ന തലത്തിലേക്ക് ഒരു യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്താ ജീവിക്കണ്ടേ? ആ തരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാരെല്ലാം ഒരു ദിവസത്തെ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ ചെയ്ത ഒരു ഉപകാരമാണ് വൈദ്യുതി നിരക്ക് 16 പൈസ കൂട്ടിയത്. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു യൂണിറ്റിന് 16 പൈസയല്ലേ? ഒരു സാധാരണ ഒരു ആളുടെ വീട്ടില് എത്ര യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉപയോഗിക്കും? വേണ്ട, കറണ്ട് ചാർജ് വരുമ്പോൾ എത്ര യൂണിറ്റ് വൈദ്യുതി വരുന്നുണ്ട്? വെള്ളത്തിന്റെ പൈസ കൂട്ടിയ പോലെ തന്നെ 1 ലിറ്ററിന് ഇച്ചിരി രൂപയല്ലേ കൂട്ടുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. അതെ, ഇച്ചിരി രൂപയെ കൂട്ടുന്നുള്ളൂ. 1000 ലിറ്ററും 1500 ലിറ്ററും 500 ലിറ്ററൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു മാസത്തെ ചാർജ് വരുമ്പോൾ ഇച്ചിരിയല്ല ചാർജ് വരുന്നത്, ഇരട്ടിയിലധികമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രതിഷേധം ചൂട്ട് കത്തിച്ചുകൊണ്ട് തന്നെ പ്രാചീന കാലഘട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ടിറങ്ങി ആ കാലഘട്ടത്തിലേക്ക് സാധാരണ ജനങ്ങളെ അയച്ചുവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇപ്പൊ നമുക്കറിയാം 16 പൈസ തുടങ്ങി നമ്മളെന്താ ഗ്യാസിനായാലും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ആയാലും അടിക്കടി ദിവസം പ്രതി വില വർധനവുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് പറയുക? പെൻഷൻ കൊടുക്കാനാണെന്ന് പറയുന്നത്. പെൻഷൻകാരോട് ചോദിച്ചാൽ പെൻഷൻകാരെന്ത് പറയും? 2-3 മാസം അല്ലെങ്കിൽ 4 മാസം 5 മാസം 6 മാസം പെൻഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടിക്കടി എന്താ പറയണേ ഈ വില വർധനവും അതേപോലെ തന്നെ നമ്മളുടെ KSEB ആയാലും വാതകത്തിനായാലും ഒക്കെ നിരന്തരം നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോള് അങ്ങനെ സമസ്ത മേഖലകളിലും വിലവർധനവ് നൽകിക്കൊണ്ട് ഒരു കേരളത്തിലെ ഒരു കുറുവാ സംഘമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് സർക്കാർ പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് KSEBക്ക് മുന്നിൽ ഈ വിലവർധനവിനെതിരെ നടത്തുന്ന ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1500 കേന്ദ്രങ്ങളിൽ KSEB ഓഫീസിന്റെ ഫ്രണ്ടിൽ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും KSEB കൊള്ളയ്ക്കെതിരെയും യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചിരിക്കുന്നത്.